ബോട്ടിലൂടെയുള്ള രാമേശ്വരം കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വില്ലുണ്ടി തീർത്ഥത്തിലേക്കാണ്. ഭഗവാൻ ശ്രീരാമൻ സീതാദേവിക്ക് ദാഹിച്ചപ്പോൾ തൻ്റെ അമ്പെടുത്ത് കടലിൻ്റെ നടുക്കേക്ക് എറിയുകയും അപ്പം അവിടെ ഒരു കിണറുണ്ടാവുകയും അതിൽ നിന്ന് വെള്ളം കുടിച്ച് ദാഹം മാറ്റിയെന്നുമാണ് ഇവിടുത്തെ ഐതിഹ്യം. എത്തിക്കഴിഞ്ഞ് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ മയിലുകളെയൊക്കെ കാണാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വില്ലുണ്ടി തീർത്ഥത്തിൻ്റെ ഐതിഹ്യമൊക്കെ. അമ്പലത്തിൽ തൊഴുത ശേഷം പൂജാരി അന്ന് ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത് ഈ അമ്പലമൊക്കെ എല്ലാം വെള്ളത്താൽ പോയിരുന്നുവെന്നും പിന്നീട് ഇതൊക്കെ പണി കഴിപ്പിച്ച് കൊണ്ടുവന്നതാണെന്നുമുള്ള കഥകളൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം പുള്ളി പറഞ്ഞതനുസരിച്ച് ഒരാൾ വന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരികയാണ്. சாமி பேர் வந்து ராமபாணேஸ்வரர் சுயம்பு ராமர் வந்து வழிபடுத்தணும். இங்கிருந்து 7 கிலோமீட்டர் தான் பெரிய கோயில். சீதாதேவி மன்னனாசி விட்டலிங்க. என்ன சாப்பிட தீர்த்தம் சிவன்கள் வேற எங்கே தீர்த்தம் கொடுக்க மாட்டாங்க. தீர்த்தம் கொடுக்க ஒரே ராமேஸ்வரம் 22 தீர்த்தம் ராமேஸ்வரம் 23 தீர்த்தம் 22 தீர்த்தம் ஒன்றா இருக்கும். குளிக்கிறீங்க தனியாக தான் குளிச்சு தலையில் தெளிச்சுக்கணும். ஃபஸ்ட்டு இதை எடுத்துரும் ஒரு டைம் குடிங்க 3 டைம் குடிங்க. ஆழம் இல்லை எவ்வளோ பீச்சு நிற்காது. ഇതാണ് വില്ലുണ്ടി തീർത്ഥത്തിൻ്റെ സ്ഥലം. അപ്പം നമുക്ക് ആദ്യം കടലിൽ നിന്ന് വെള്ളം എടുത്തു തന്നു. കടലിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ ഉപ്പ് രസം, എന്നിട്ട് തീർത്ഥം തന്നു. അപ്പോൾ അത് എന്താണ്, നല്ല ഉപ്പ് രസമില്ലാത്ത വെള്ളമാണ്. രാമേശ്വരത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തൊരു സ്ഥലം ഇവിടെയാണ് വില്ലുണ്ടി തീർത്ഥം. ശരിക്കും പറഞ്ഞാൽ കടലിന് ആഴം അധികം ഇല്ല. കുഞ്ഞാണെങ്കിൽ തന്നെ ഇറങ്ങി ഈ കടലിനകത്തിൽ ഭയങ്കര കളിയായിരുന്നു. നമുക്ക് തന്നെ ഒരു ശാന്തമായിട്ട് കിടക്കുന്ന ഒരു കടൽ, ഒരു ഡിസാസ്റ്റർ വന്നൊക്കെ പോയ ഒരു സ്ഥലമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നതിലും അധികം ശാന്തതയിലുള്ള ഒരു കടലാണ് ഈ കാണുന്നതൊക്കെയും. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ഒട്ടും റഷില്ലാത്ത ഒരു രീതിയായിരുന്നു. പിന്നെ ഞാനും കടലിലൊക്കെ ഇങ്ങനെ ഇറങ്ങി ചുമ്മാ കാല് നനച്ചതേ ഉള്ളൂ, പക്ഷെ കാശി ഭയങ്കര കളിയായിരുന്നു. കാശി ഫുള്ള് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ച് നമ്മളെ റൂമിലേക്ക് പോയി.